സിനിമാ നേരത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തെക്കുറിച്ചാണ്. വേനൽ കഴിഞ്ഞുള്ള മഴ നമുക്ക് എല്ലാവർക്കും ആശ്വാസമാണ്. എന്നാൽ ആ മഴ ഒരു പേമാരിയായി വന്നാലോ നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കും. കുട്ടനാട് പശ്ചാത്തലമായാണ് സിനിമ കഥ പറയുന്നത്. ലീലാമ്മയുടെ മകൻ തോമസ് കുട്ടി വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയാണ് അഞ്ജു. ലീലാമ്മയിലൂടെയും അഞ്ജുവിലൂടെയുമാണ് കഥ മുന്നോട്ട് പോകുന്നത്. ലീലാമ്മയായി ഉർവശിയും അഞ്ജുവായി പാർവതിയുമാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇരുവരുടെയും കരിയറിലെ വളരെ മികച്ച കഥാപാത്രങ്ങളാണ് ഇതിലേതെന്ന് സംശയം കൂടാതെ പറയാം. മാനസിക സംഘർഷങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാൻ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ കഥയാണ് ഉള്ളൊഴുക്ക്. ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റായിരിക്കാം, തിരിച്ചും സംഭവിക്കാം. എവിടെയോ കണ്ടു മറന്നതുപോലെ, അല്ലെങ്കിൽ ഇത് നമ്മുടെ കഥയല്ലേ എന്ന് തോന്നുന്നയിടത്താണ് ക്രിസ്റ്റോ ടോമി എന്ന തിരക്കഥാകൃത്തും സംവിധായകനും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കുന്നത്. ലീലാമ്മയും അഞ്ജുവും കേവലം കഥാപാത്രങ്ങളല്ല, ഈ സമൂഹത്തിലെ സ്ത്രീ ജീവിതങ്ങളുടെ നേർക്കാഴ്ചയാണ്. ഇവരുടെ ശരി തെറ്റുകളുടെ സംഘർഷമാണ് സിനിമയിൽ ഉടനീളം കാണുന്നത്. ഇതിൽ ആരുടെയൊപ്പം നിൽക്കണമെന്ന് പ്രേക്ഷകരും ആശയക്കുഴപ്പത്തിലാവുന്നു. ചില നോട്ടങ്ങൾ കൊണ്ടുപോലും കഥാപാത്രത്തിന്റെ ചിന്തകൾ പ്രേക്ഷകർക്കരികിലേക്ക് എത്തിക്കുന്ന ഉർവശി ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. രണ്ടാം പകുതിയിൽ ചിത്രങ്ങളുടെ എണ്ണമല്ല, കഥാപാത്രങ്ങളുടെ ആഴത്തിലുള്ള അവതരണമാണെന്ന് കാണിക്കുന്ന പാർവതിയുടെ അഭിനയം അഭിനന്ദനം അർഹിക്കുന്നു. തന്റെ 10ാമത്തെ വയസ്സിൽ കതിർമണ്ഡപം എന്ന ചിത്രത്തിൽ തുടങ്ങി ഇന്ന് ഈ 2024 ഉള്ളൊഴുക്കിൽ എത്തി നിൽക്കുമ്പോൾ ഉർവശി എന്ന നടി നമുക്ക് സമ്മാനിച്ചത് കേവലം ഒരു പിടി കഥാപാത്രങ്ങൾ മാത്രമല്ല, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന, മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യുന്ന ജീവിതങ്ങളുടെ നേർക്കാഴ്ചയും കൂടെയാണ്. മികച്ച അഭിനേത്രിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 5 തവണ നേടിയ ഉർവശി വിവിധ ഭാഷകളിലായി ഏകദേശം 700ഓളം ചിത്രങ്ങൾ ചെയ്തു. ഉള്ളൊഴുക്കിൽ കഥ ആവശ്യപ്പെടുന്ന ഇരുണ്ട അന്തരീക്ഷം ഒപ്പിയെടുക്കാൻ ഷെഹനാദ് ജലാലിന്റെ ഛായാഗ്രഹണത്തിന് കഴിഞ്ഞു. വ്യത്യസ്തമായ മാനസികാവസ്ഥയുടെ സൂക്ഷ്മമായ വ്യാഖ്യാനമായി നിരന്തരം പ്രവർത്തിക്കുന്ന മഴ ചിത്രത്തിലെ ഒരു കഥാപാത്രം തന്നെയാണ്. കഥാപാത്രങ്ങളുടെ വൈകാരികമായ ഉയർച്ചത്താഴ്ചകൾ പ്രകടമാകുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഗീതം പ്രേക്ഷകരുടെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങുന്നു. സുഷിൻ ശ്യാം എന്ന മ്യൂസീഷ്യന് അതിൽ വിജയിക്കുക മാത്രമല്ല, പ്രേക്ഷകരെ ഈ നൊമ്പരത്തിലും സംഗീതത്തിലൂടെ ആശ്വസിപ്പിക്കാനും കഴിയുന്നുണ്ട്. മലയാള സിനിമയിലെ സ്ത്രീ അഭിനേതാക്കളോട് ഈയിടെയായി അനീതി കാണിക്കുന്നുവെന്ന് പറയുമ്പോൾ ഈ സിനിമ അതിൻ്റെ 2 പ്രധാന അഭിനേതാക്കൾക്ക് അഭിനയിക്കാൻ അനുയോജ്യമായൊരു വേദി നൽകി അത്തരം അഭിപ്രായങ്ങളെയെല്ലാം തകർക്കുന്നു. മലയാള സിനിമയിൽ സ്ത്രീകൾ എവിടെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഉള്ളൊഴുക്ക് പോലുള്ള ചിത്രങ്ങൾ.